ഇത്ര കാലമായിട്ട് നടന്നില്ല. എല്ലാവരും ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ ബസ് ജീവനക്കാരാണ്. എല്ലാവരും അല്ല കേട്ടോ, കുടുംബം നോക്കാനായിട്ട് വളയം പിടിക്കുന്നവരുണ്ട്. ഈ കണ്ടക്ടർ ജോലിയും ക്ലീനർ ജോലിയും ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാൻ വന്നവരുണ്ട്. അല്ലാതെ ഒരു വിഭാഗം കുറേ പേരുണ്ട് വേറെ. അതായത് 4 പെൺപിള്ളേരെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വന്ന് ഈ ഡ്രൈവർമാരെ നോക്കി കഴിഞ്ഞാൽ ഇവന്മാർ പിന്നെ പ്ലെയിനാണ് ഓടിക്കുന്നത്, ബസ്സല്ല റോഡിൽ ഓടിക്കുന്നത്. കാരണം അമ്മ അതിൽ പോക്കായിരിക്കും. കാരണം ചേച്ചിമാരൊന്ന് ചിരിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആംബുലൻസിനൊന്നും അല്ല, അതിനിട്ട് അക്രമ സ്പീഡിലേക്ക് ഇവന്മാർ പോവുക. പിന്നെ ഏതെങ്കിലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഓവർടേക്ക് ചെയ്യാനുള്ള ഇവരുടെ ഒരു വെപ്രാളം. പിന്നെ ഇവരുടെ ബസ് വേറൊരു ബസ്സാണ് ഓവർടേക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇടിയാണ്. അതിൽ ജീവനക്കാരിയ്ക്കുന്നത് നോക്കുമല്ലോ, ചിലപ്പോൾ ബസ് കൊണ്ട് മേത്തുകൊണ്ട് ഇടിക്കുക, ആ ബസ്സിനെ കൊണ്ട് ഇടിക്കുക, അങ്ങനെ കുറേ അവരൊക്കെ ലീലാവിലാസങ്ങളാണ് നാട്ടുറോട്ടിക്കൂടെ. അതായത് റോട്ടിക്കൂടെ മറ്റുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ബൈക്കിനോ ഒരു കാറിനോ ഒരു ഓട്ടോറിക്ഷയ്ക്കോ ഒന്നും, പിന്നെ ഇവരെ വരണ കണ്ട് കഴിഞ്ഞാൽ ആംബുലൻസ് വരണ പോലെ വണ്ടി നമ്മൾ ഒതുക്കി കൊടുക്കണം. ഇവരെ തോന്നിയ ദിവസം അല്ലെങ്കിലോ നമ്മളെന്തെങ്കിലും ഇപ്പോൾ നമ്മൾ സാധാരണ ലെവലിലൂടെ പോകണമെങ്കിലോ ഇവന്മാർ വന്ന് ഈ വടിവാള് പിന്നെ അതുപോലെ കത്തി കത്തി ഇതൊക്കെ എടുത്തിട്ടുള്ള ഈ എന്തോരം ഇപ്പം ഈ അടുത്ത് തന്നെ എത്ര ആൾക്കാരുടെ നെഞ്ചത്ത് ഇവർ കയറണേ. ഇത് ചോദിക്കാനും പറയുന്നില്ല. ഇവർ വന്നിട്ട് ഇവരുടെ ബസ്സിൻ്റെ ഓണർമാരുടെ അടുത്താണ് പറയുന്നത്, നിങ്ങൾ കുറേ സമരങ്ങളും കാര്യങ്ങളൊക്കെ പ്രിയദർശിനി ഇറങ്ങിയ ശേഷം സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറയുക, പൊതുജനത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇല്ലാത്തത്. ഇതേപോലെയുള്ള കുറേ ജോലിക്കാരെ കയറുണ്ടോ? ഇവരെ പോലുള്ള ജോലിക്കാർ നിങ്ങളുടെ കൂടെയാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരാണ് ഇവരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ സാധാരണ ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക? ഈ കുടുംബം നോക്കാനായിട്ട് ഈ വളയം പിടിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് ഈ ബസ് ജീവനക്കാരിൽ. അവറ്റയാളെ കഞ്ഞൂടിയുടെ മുട്ടില്ലേ? ഈ അവറ്റയാൾക്ക് വരെ പേര് ദോഷമല്ല ഈ മാതിരി ടീമുകൾ ഈ അഭ്യാസങ്ങളൊക്കെ റോഡിലിറക്കുമ്പോൾ. ഞാൻ പറഞ്ഞതോളൂ. ഇപ്പം ഞങ്ങളുടെ റൂട്ടിൽ തന്നെ പണ്ട് ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് ഉണ്ടായിരുന്നു. ബസ്സിൻ്റെ പേര് പറയുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂർ ഊരകം ഭാഗത്ത് വെച്ചിട്ട് അവിടുത്തെ നാട്ടുകാർ ആ ബസ് അങ്ങനെ തന്നെ കത്തിച്ചാട്ട് കളഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇടിയാണ്. അതായത് റോട്ടിലൂടെ ആ ബസ് വരണമെങ്കിൽ ഓടി മാറണം. കുറച്ച് കൊല്ലങ്ങൾക്ക് ഉപ്പാടാ അതൊന്നും അന്വേഷിച്ച് അറിയാൻ പറ്റും. തൃശ്ശൂർ ഊരകത്ത് ഒരു ബസ് കത്തിച്ച കഥ നാട്ടുകാർ കൂടിയിട്ട്. അതേപോലെയൊക്കെ ഇനി ചെയ്യേണ്ട വരും. ചെയ്യാനല്ലാട്ടോ പറയുന്നത്. കാരണം ഇതൊക്കെ കാണുമ്പോൾ ഇവരെ ഗുണ്ടായിസാണ് കംപ്ലീറ്റ് നാട്ടിൽ മുഴുവൻ. ഒരു കാറുകാരൻ എങ്ങനെയും ഇവർ ഓവർടേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒന്നാം തന്നെ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ. ഇവരൊക്കെ ഈ പറയുന്ന ബസ്സുകാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ മാത്രമല്ല റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾക്ക് ടൈം കൂടുതലായിരുന്നെന്ന് പറയുക. അല്ലാണ്ട് പൊതുജനത്തിന് നെഞ്ചത്ത് കയറലല്ല വേണ്ട. പിന്നെ നിങ്ങളും മറ്റുള്ള ബസ്സുകാരും തമ്മിലുള്ള അഭ്യാസങ്ങൾ ഉള്ളിൽ ജീവനക്കാരിരിക്കുമ്പോഴല്ല അഭ്യാസം ചെയ്യേണ്ടത്. ബസ് സ്റ്റാൻഡിൽ നടുറോട്ടിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നടുറോട്ടിലാണ് ഇടിയാണ്, കാറുകാരനെ ഇടിച്ചു കൂട്ടണ്. നിങ്ങളൊക്കെ വിചാരം നിങ്ങൾ ആരാണ്? ഈ സർക്കാരിൻ്റെ അടുത്ത് പറയാനുള്ളൂ, ഒന്നില്ലെങ്കിൽ ഇവരെ ഗുണ്ടായിസ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ KSRTC കുറേ കൂടി കേരളത്തിൽ ഇറക്കുക, അതിൻ്റെ പ്രൈവറ്റ് ബസ്സിനെ പതുക്കെ ഇല്ലാണ്ടാക്കുക. കാരണം ഇതേപോലെ ഉള്ളതാണെങ്കിൽ പിന്നെ കുടുംബം നോക്കുന്ന ചേട്ടന്മാരുടെ അടുത്ത് പറയാനുള്ളത് KSRTCയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. കാരണം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനലുകളൊക്കെ ഈ ജോലിക്ക് വെക്കുമ്പോൾ അത് ഈ ബസ് ഓണർമാർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവരുടെ ബസ് ടൈമിനോട് എത്തണം. അല്ല, ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം കുറേ ഇപ്പോൾ നമ്മൾ വീഡിയോയിലും പിന്നെ നമ്മൾ നേരിട്ടും കുറേ ആയി കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം എന്ന്. അല്ലാണ്ടൊന്നും ശരിയാവില്ല. കാരണം എത്ര ജീവനാളാ പോകാമെന്നറിയോ?